ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ, A+ വാങ്ങിയ വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ സമൂഹത്തിൽ ചരിത്രം സൃഷ്ടിച്ചത് എന്നല്ല, ചരിത്രം സൃഷ്ടിച്ചവരിൽ പലരും ഭൂരിപക്ഷം ആൾക്കാർ A+ വാങ്ങും. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. സച്ചിൻ തെണ്ടുൽക്കർ ഫുൾ A+ ഉണ്ടായിരുന്നു, മെസ്സിക്ക് A+ ഉണ്ടായിരുന്നു, റൊണാൾഡോയ്ക്ക് A+ ഉണ്ടായിരുന്നു, നമ്മുടെ മോഹൻലാലിന് A+ ഉണ്ടായിരുന്നു, നമ്മുടെ മമ്മൂട്ടിക്ക് A+ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിന് ഇല്ല, A+ ഫുൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഉണ്ടാവും ചില മാർക്കുകളൊക്കെ. ആർക്കാണ് A+ ഉണ്ടായിരുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, A+ വാങ്ങിയവരല്ല ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ചരിത്രം സൃഷ്ടിച്ച മനുഷ്യരാരും, പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും A+ വാങ്ങാത്ത മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട് എന്ന് A+ വാങ്ങാത്ത എല്ലാ വിദ്യാർത്ഥികളും കരുതിയിരിക്കുക. നിങ്ങൾ A+ വാങ്ങാത്ത മനുഷ്യർ കാണുന്ന ചിലത് കാണും, അവർ അറിയാത്ത ചിലത് നിങ്ങൾ അറിയും. അപ്പോൾ വിജയിച്ച കുട്ടികളും പരാജയപ്പെട്ട കുട്ടികളും എന്നൊന്നില്ല, നാളത്തേക്ക് വിജയം മാറ്റിവെച്ച കുട്ടികളും ഇന്ന് വിജയിച്ചവരും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, പിന്നെ നമ്മുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആളുകളൊക്കെ വരുമല്ലോ, വേണ്ടപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്ന വേണ്ടപ്പെട്ട ചില മനുഷ്യർ. ആ മനുഷ്യർ ചില കാര്യങ്ങളിൽ ചില അമ്മാവന്മാരും ചില അപ്പച്ചിമാരും ഒക്കെ വന്നിട്ട് ചോദിക്കും, മോനെ 65% ഉള്ളോ അല്ലേ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ 63% ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കും. അവരെയൊക്കെ നമ്മൾ ആ അകലത്തിലേക്ക് നിർത്തുക. പണ്ട് അപ്പച്ചിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് തിരിച്ചു പോയിട്ട് തീരാവുന്ന ചോദ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിരാശപ്പെടരുത്. നിങ്ങൾക്കിനി നല്ല കാലം വരാനിരിക്കുന്നു.